കഴിഞ്ഞ 2 വീഡിയോയുടെ ബാലൻസ് ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നയന ഡിസൈൻ വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ കാണാത്തവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ മുത്തശ്ശനും ജയനും കൂടി ക്യാബിനിലേക്ക് വന്നിട്ട് ആദർശിനോട് ചോദിക്കുകയാണ്, ആദർശ് ഇത്രയ്ക്കും ജെലസി ഒന്നും പാടില്ല, നീ ഒരു കമ്പനിയുടെ MD ആണ്, കുശുമ്പും അസൂയൊക്കെ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഇത് ബാധിക്കില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ, മുത്തശ്ശ എനിക്ക് കുശുമ്പും അസൂയൊന്നും ഇല്ല ഇവളോട്, പക്ഷേ ഇവളോട് വരയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനുള്ള വരച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ വരച്ചുകൊണ്ട് വന്നപ്പം അവർ സെലക്ട് ചെയ്തപ്പം ഈ ഡിസൈൻ തരാൻ പറ്റില്ലെന്നും അവർ ഫയൽ ചോദിച്ചപ്പം ഒപ്പിടാൻ പറ്റില്ലെന്നും നീ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ, പെട്ടെന്ന് തന്നെ നീ എന്തിനാ ഫയലെടുത്ത് കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരം മുട്ടി ആദർശം നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, നിങ്ങൾ 3 പേരും പഠിച്ച പണി 18 നോക്കി വരച്ച ഡിസൈൻസ് അല്ലേ, അതെല്ലാം അവർ തള്ളിക്കളഞ്ഞ് നയന വരച്ച ഡിസൈൻ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ ഒന്ന് നീ തന്നെ ഒന്ന് ശരിക്കും നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ഡിസൈൻ എടുത്തിട്ട് പറയാണ്, ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയിട്ട് കിടക്കാൻ ശ്രമിക്കായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഞാൻ പില്ലോ ഒന്ന് പൊക്കി നോക്കിയപ്പം നയനയുടെ ഡിസൈൻ ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് അപ്പോഴേ എന്തോ ഒരു ഡൗട്ട് തോന്നിയിരുന്നു. മുത്തശ്ശി ഇവളോട് പോയി കിടക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പോയി ഒന്നുകൂടെ ചെക്ക് ചെയ്യാമെന്ന് കരുതിയത്. ആ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ ഉദ്ദേശിച്ച അതേ ഡിസൈൻ ഈ മൂർത്തി ഡിസൈനുകൾ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയില്ലേ. അതുകൊണ്ട് തന്നെ ആ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ബോധിച്ചു, നയന മോളെ കൊണ്ട് അത് പറ്റുള്ളൂ എനിക്ക് ഉറപ്പായതെന്ന് പറയുന്നുണ്ട്. ആദർശ് ആകെപ്പാടെ അങ്ങ് ചമ്മി നാണം കിട്ടി നിൽപ്പുണ്ട് കേട്ടോ. ആദർശിനോടും പവിത്രയോടും അതുപോലെ നബിയോടും പറയാണ്, നിങ്ങൾ ഡിസൈൻ എന്ന് വെച്ചാൽ മോശമാണെന്നല്ല, പക്ഷേ അവരുടെ കോൺസെപ്റ്റിൻ്റെ അത്രയും നിങ്ങൾ ഡിസൈൻ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ 3 ഡിസൈൻ നമ്മുടെ കമ്പനികൾക്ക് അത്യാവശ്യമായിട്ടുള്ള ആവശ്യമുള്ള ഡിസൈനാണ്, അതും എത്രയും പെട്ടെന്ന് വർക്ക് ആരംഭിച്ചോളാൻ ആദർശനോട് പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം എല്ലാവരോടും പറയാൻ പോവാണെന്ന് പറയുമ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുകയാണ്. എന്താ മുത്തശ്ശാന്ന് ചോദിക്കുകയാണ്. അതെ, ഇവിടെ വെച്ച് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ MD ആയ നിനക്കും കൂടി അതിൻ്റെ ഒരു ഇതുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് സമ്മതിക്കേണ്ടത് ഈ കമ്പനിയുടെ MD ആയിട്ടുള്ള നീയാണെന്ന് പറയുമ്പം മുത്തശ്ശനെ കഴിഞ്ഞിട്ടുള്ള MD സ്ഥാനമൊക്കെ മതി എനിക്ക്, ഞാനിപ്പോൾ മുത്തശ്ശൻ്റെ കൊച്ചുമോൻ തന്നെയാണെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, അല്ല ബിസിനസ് കാര്യത്തിൽ അങ്ങനെ അച്ഛനോ മകനോ ഒന്നുമില്ല, നീ MD ഞാൻ ഇതിൻ്റെ ഓണർ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആദർശ് ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, എന്നിട്ട് നയനമോൾ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. നയനമോളാണ് ഇന്ന് മുതൽ ഈ കമ്പനിയുടെ ഡിസൈനർ ഹെഡ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബി അങ്ങ് ഷോക്കായിട്ട് ആ കസേരന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താടാ അബി നിനക്ക് കറണ്ട് അടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അബി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് ആദർശനോട് പറയാണ്, ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നയന എടുത്ത ഡിസൈൻ വരയ്ക്കുന്ന ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല. എൻ്റെ ഇത്രയും വർഷം സർവീസിനിടയ്ക്ക് ഇതുപോലെ ഇത്രയും പെട്ടെന്ന് ഡിസൈൻ വരച്ച് അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്തായാലും മനോഹരമായിട്ടുണ്ട്. ഇതിവർക്ക് കിട്ടിയത് എവിടെ നിന്നറിയില്ല, ഇത് ദൈവികമായ കഴിവാണ്. അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കഴിവ് ഇവൾക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇവൾ നല്ല ഗുരുത്വമുള്ളവളാണ്. ഇവൾക്ക് മറ്റെല്ലാവരുടെ അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നയനയ്ക്ക് ഈ ഒരു കഴിവ് കിട്ടിയത്. അത് നമ്മൾ ഒരിക്കലും കണ്ടില്ല നടിക്കരുത്. അടുക്കളയിൽ കിടന്ന് പാത്രം കഴുകുകയും ജോലി ചെയ്തും തീർക്കാനുള്ള അല്ല ഇവളുടെ ജീവിതം. ഇവളുടെ കയ്യിൽ ഒരുപാട് കഴിവുകളുണ്ട്, അതെല്ലാം പുറത്തെടുക്കാൻ നമ്മൾ കൂടി സഹായിക്കണമെന്ന് പറയുമ്പോഴേക്കും ആദർശ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ ആദർശ് ഇത്ര നേരവും മുത്തശ്ശനും എൻ്റെ തീരുമാനവും എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ MD സാറിൻ്റെ സമ്മതമല്ലേ ചോദിക്കുമ്പം മുത്തശ്ശ അങ്ങനെയൊന്നുമില്ല, മുത്തശ്ശൻ്റെ തീരുമാനം എന്താണോ അത് തന്നെയാണ് എൻ്റെയും എന്ന് പറയുമ്പോഴേക്കും ജയം പറയുന്നുണ്ട്, അതെ നയനയുടെ ഈ ഡിസൈൻ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാനത് മനസ്സിലോർത്തതാ, നയനയ്ക്ക് ഡിസൈനർ ഹെഡായിട്ട് ഈ മൂർത്തി സ്റ്റോറിലിരിക്കാനുള്ള എല്ലാ ഇതുമുണ്ടെന്ന്, അതുകൊണ്ട് മോൾക്ക് ആ സ്ഥാനം കൊടുത്തത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ജയനോട്, ഞാൻ ഈ കാര്യം പോയിട്ട് വീട്ടിൽ അവതരിപ്പിക്കുമ്പം അവിടെ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും, എന്തായാലും അതിനെ നേരിടാൻ തയ്യാറായിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആദർശ് എത്രയും പെട്ടെന്ന് തന്നെ ഇവൾക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ നീ നൽകണമെന്ന് പറയുമ്പം ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ നിന്ന ആ നിൽപ്പിൽ നിന്നും അബി ഇതുവരെ മാറിയിട്ടില്ല. മുത്തശ്ശനൊന്ന് തട്ടിയിട്ട് ഇടാ മതി ഇങ്ങോട്ട് വാ പോകാം എന്ന് പറയുന്നുണ്ട്. ഞാൻ വരുന്നില്ല, മുത്തശ്ശൻ പോയിക്കോളാൻ പറയുമ്പം ഡിസൈൻ എല്ലാം സെറ്റാക്കിയില്ലേ, ഇനിയുടെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, വീട് വരെ ഒന്ന് പോയിട്ട് വരാം, അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ വീട്ടിൽ പറയാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഞാൻ വരുന്നില്ല മുത്തശ്ശൻ തന്നെ പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം അവിക്ക് നവ്യേനെയും ജലജയൊന്ന് ഫേസ് ചെയ്യാൻ വയ്യ. അത് മാത്രമല്ല ഇനി നയനയുടെ കീഴിൽ ഒരു ശമ്പളക്കാരനായിട്ട് പണിയെടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പം അവിക്കത് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് കേട്ടോ.
അങ്ങനെ നയന ഭയങ്കര സന്തോഷമാണെന്നുണ്ട് നയനയ്ക്ക്. നയന എന്നിട്ട് ആദർശിനെയും അഭിയെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവളുടെ ഡിസൈൻ വേണ്ട എന്ന് പറഞ്ഞിടത്താണല്ലോ അവളുടെ ഡിസൈൻ അവർ സ്വീകരിക്കുകയും മുത്തശ്ശൻ അവളെ അംഗീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നയനയും മുത്തശ്ശനും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് 2 കാറിലായിട്ട് അവർ നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിലേക്ക് ചെന്നുകൊണ്ട് തന്നെ വിളക്കുമായിട്ട്, അതായത് ആരതി എടുത്തുകൊണ്ട് ജാനകി വരുന്നുണ്ട്. ദേവയാനി അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഇവരെന്തായാലും ദൂരയാത്രയ്ക്കും പോയിട്ട് വന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു വന്നതാണോ? നീ ഇങ്ങനെ ആരതിയൊക്കെ എടുത്ത് ഒഴിയാണെന്ന് പറയുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, അതായത് ജാനകിക്ക് മനസ്സിലായിട്ടുണ്ട് നയനയുടെ ഡിസൈൻ തന്നെ എന്തായാലും അവിടെ സ്വീകരിക്കുമെന്ന്. എൻ്റെ നയനമ്മളുടെ ഡിസൈനെ അവിടെ സ്വീകരിച്ച് കാണും. അത് വേണ്ടിയിട്ട് എൻ്റെ മോക്ക് ചുറ്റിയിടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാണുന്നത് അവളുടെ മേലുണ്ടായിരിക്കുമെന്ന് പറയുമ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ്, നയന വരച്ച ഡിസൈനോ? അവനെ അവൾ എപ്പോഴാണ് ഡിസൈൻ വരച്ചെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്. ഇവരുടെയൊക്കെ വരവ് കണ്ടാലും അബിയുടെയും ആദർശിൻ്റെയും മുഖത്തേക്ക് നോക്കിയാലും മനസ്സിലാവും എന്താ അവിടെ സംഭവിച്ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, മോളെ ഡിസൈൻ നന്നായിട്ട് സെറ്റായോ, അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടല്ലേ ഞാൻ പോയത്, പിന്നെ നഷ്ടപ്പെടുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, ഇവള് എപ്പോഴാണ് ഇവിടെ പടം വരച്ചത്, ഞാൻ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇവളോട് കിടക്കാൻ പോകാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ ഡ്രാമ നടത്തിയത് ചേച്ചി മറന്നു പോയോ? മുത്തശ്ശിയും ജാനകിയും കൂടിയിട്ട് അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പം ഇവൾ ഇറങ്ങി വന്നത് ഓർക്കുന്നുണ്ടോ? അത് തന്നെ ആയിരിക്കും സമയമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല ഇവളിപ്പോൾ വരച്ചതാണ് തെറ്റായത്, അവൾ മൂലം നമുക്ക് കിട്ടിയത് കോടികളുടെ ബിസിനസ്സാണ്, അതെന്താ ഇവിടെ ആരും പറയാത്തെന്ന് ചോദിക്കുന്നുണ്ട്. ജയൻ പറയുന്നുണ്ട്, അതെ നമ്മുടെ കൈവിട്ട് പോകേണ്ടിയത് നമുക്ക് കോൺട്രാക്റ്റ് ആയിരുന്നു, പക്ഷേ അത് നയനെ കാരണം നമുക്കിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ അവയൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. നവി എന്നിട്ട് അബിയോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഡിസൈൻ സെലക്ട് ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ അബി പറയാണ്, എൻ്റെയും പവിത്രയുടെയും ആദർശം ഡിസൈൻ ഒന്നും സെലക്ട് ചെയ്തില്ല, നിൻ്റെ അനിയത്തിയാണെങ്കിലും ആരോടും പറയാൻ തള്ളക്കേറി അങ്ങോട്ടേക്ക് വന്നു, അവളുടെ ഡിസൈൻ കാണിച്ചു, അവളുടെ ഡിസൈൻ എല്ലാവരും സെലക്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. ശരി, ഈ നാശം പിടിച്ചവൾ എവിടെ പോയാലും സമാധാനം തരികയില്ലല്ലോ എന്നിങ്ങനെ നവി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബി പറയണം, അതെ പക്ഷേ മുത്തശ്ശൻ നീ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ ഇപ്പം ഞെട്ടും എന്ന് പറയുന്നുണ്ട്. എന്താ അബി, എന്താ കാര്യം ചോദിക്കുന്നുണ്ട് നയനനെ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്, അത് കേട്ട് എല്ലാവരും ഞെട്ടാൻ തയ്യാറായിക്കും എന്ന് പറയുമ്പോഴേക്കും ദേവയാനി, എന്താ അച്ചായി പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അതെ, ഞെട്ടാൻ തയ്യാറായിക്കും എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, മൂർത്തീസ് ജ്വല്ലറിയിലെ ഡിസൈനർ ഹെഡായിട്ട് നയനെ ഞാൻ നിയമിച്ചു കഴിഞ്ഞു, അതിനെ MD സമ്മതിച്ചും കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ജാനകിയും മുത്തശ്ശിയും മാത്രം വന്നിട്ട് ആണോ മോളെ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനിയൻ വന്നിട്ട് എടുത്തി കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട്. മറ്റാരും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ജയൻ ചോദിക്കുകയാണ്, എന്താ ആർക്കൊരു സന്തോഷമില്ലാതെന്ന് ചോദിക്കുമ്പം ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പം ജലജയോട് ദേവയാനോട് ചോദിക്കുകയാണ്, എന്താ ദേവയാനി നിനക്കൊന്നും പറയാനില്ലെന്ന് ചോദിക്കുമ്പം അവൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവൾക്ക് ആ സ്ഥാനം കൊടുക്കണം, അത് തന്നെയാണ് നല്ലതെന്ന് മനസ്സിലൂടെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ ആരും മിണ്ടാൻ നിൽക്കുമ്പോൾ മുത്തശ്ശൻ പറയാനുണ്ട്, അതാ ഇത് കണ്ടോ, ഇതാണ് നയന വരച്ച ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഡിസൈൻ എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡിസൈൻ കണ്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടിട്ട് അയാൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാമോന്ന് ചോദിച്ചിട്ട് മുത്തശ്ശനെ വീട്ടിലെടുത്ത വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ക്ലയൻസ് അവരോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാണുന്ന എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കാൻ കേട്ടോ, അത്രയും പുകഴ്ത്തി പറയുമ്പോൾ. അങ്ങനെ ഇതുകൊണ്ടാണ് ഞാൻ നയനയ്ക്ക് നമ്മുടെ കമ്പനിയിലെ ഡിസൈനറായിട്ടുള്ള പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നയന ഈ വീട്ടിലെ അടുക്കളക്കാരി ആയിരിക്കില്ല, മൂർത്തീസ് ജ്വല്ലറിയിലെ ഡിസൈനർ കൂടി ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും കണ്ണുകടിയോടെ നോക്കുമ്പം നയനയും ജാനകിയും മുത്തശ്ശനും അനിയും നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.